ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 1 ആയ സെറ്റ്സിലെ 2020 മാർച്ചിലെ ഫൈനൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇഫ് എ ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7, then n of a is ഓപ്ഷൻസ് 1, 0, 2, 3. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ആണ് എക്സ്. എക്സ് എന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്, അഥവാ എണ്ണൽ സംഖ്യകളാണ്. എന്താ എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത? 1, 2, 3, 4 അങ്ങനെ നമുക്ക് എണ്ണാൻ കഴിയുന്ന സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ എക്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എക്സ് 5ൽ കുറഞ്ഞതും 7ൽ കൂടിയതുമാകണം. നമുക്കറിയാം 5ൽ കുറഞ്ഞതും 7ൽ കൂടിയതും രണ്ട് പ്രോപ്പർട്ടീസും ഒരുപോലെയുള്ള ഒരു നാച്ചുറൽ നമ്പറും നമുക്കില്ല. കാരണം എക്സ് ലെസ് ദാൻ 5 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരിക? 1, 2, 3, 4. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ 7 എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരിക? 8, 9, 10, 11 എക്സെട്ര. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് പ്രോപ്പർട്ടി വരുന്ന ഒരു നമ്പേഴ്സും അഥവാ ഒരു നാച്ചുറൽ നമ്പേഴ്സും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സെറ്റ് എ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതായത് ഒരു എലമെന്റ്സും ഇല്ലാത്ത ഒരു സെറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ, അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ, അതായത് എ എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം, ദി സെറ്റ് ബിൽഡർ ഫോം ഓഫ് 6,12 is option A x such that x belongs to R 6 less than x less than or equal to 12. Option B x such that x belongs to R 6 less than x less than 12. Option C x such that x belongs to R 6 less than or equal to x less than or equal to 12. Option D x such that x belongs to R 6 less than or equal to x less than 12. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ എഴുതുന്ന ബ്രാക്കറ്റ്സിനെ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ്സ് എന്നാണ് പറയുക. അതുപോലെ ഇങ്ങനെ എഴുതുന്ന ബ്രാക്കറ്റ്സിനെ നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ് എന്നാണ് പറയുക. ഇനി ഓപ്പൺ ബ്രാക്കറ്റ്സ് എന്നത് ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ക്ലോസ്ഡ് ബ്രാക്കറ്റ്സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നിങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഓപ്പൺ ബ്രാക്കറ്റിലാണ് 6ഉം 12ഉം തന്നിട്ടുള്ളത്. അതായത് 6 ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആയതുകൊണ്ട് എന്ത് വരും? ലെസ് ദാൻ. എക്സ് 12ന്റെ അടുത്തും ഓപ്പൺ ബ്രാക്കറ്റ് ആണ്, അപ്പോൾ എന്ത് വരും? വീണ്ടും ലെസ് ദാൻ 12. അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് 6, 12ന്റെ സെറ്റ് ബിൽഡർ ഫോം എന്തായിരിക്കും? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 12. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. സപ്പോസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് 6, 12 ആയിരുന്നെങ്കിലോ എന്തായിരിക്കും വരിക? 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്നാണ്. ഇനി ക്ലോസ്ഡ് ബ്രാക്കറ്റ് 6, 12 ഓപ്പൺ ബ്രാക്കറ്റ് ഇങ്ങനെയായിരുന്നെങ്കിലോ 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആയതുകൊണ്ട് തന്നെ ലെസ് ദാൻ 12. ഇനി ഓപ്പൺ ബ്രാക്കറ്റ് 6, 12 ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആയിരുന്നെങ്കിലോ 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. ഈ രീതിയിലാണ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ബ്രാക്കറ്റുകളും അതുപോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഇവ ഇങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ്, എ ബി എന്ന രണ്ട് സെറ്റുകൾ ഉണ്ട്, സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി, എ എന്നത് ബിന്റെ സബ്സെറ്റ് ആണ്, അപ്പോൾ ബി ആണ് മെയിൻ സെറ്റ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ബി ഈക്വൽ ടു സെറ്റ് 1, 2, 3. നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യം എന്താണ്? എ എന്നൊരു സെറ്റ് ഉണ്ട്, അത് ബിന്റെ സബ്സെറ്റ് ആണ്. അപ്പൊ നമുക്ക് ബിന്റെ ഒരു സബ്സെറ്റ് എഴുതാം. സെറ്റ് 1, 2 ഇത് ബിന്റെ ഒരു സബ്സെറ്റ് ആവില്ലേ? അതെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ദെൻ എ യൂണിയൻ ബി ഈസ്, എ യൂണിയൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്താ യൂണിയൻ ഓപ്പറേഷന്റെ പ്രത്യേകത? രണ്ട് സെറ്റിലെയും എല്ലാ എലമെന്റ്സും എടുത്തെഴുതുന്നതാണ് യൂണിയൻ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ബിയിലെ എലമെന്റ്സുകൾ എടുത്തെഴുതി 1, 2, 3. എയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 1, 2. അത് ഓൾറെഡി നമ്മൾ എഴുതിയത് കൊണ്ട് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3. അതായത് നമുക്ക് സെറ്റ് ബി തന്നെയാണ് കിട്ടിയത്. നമുക്ക് എന്ത് പറയാം? എ എന്നത് ബിന്റെ സബ്സെറ്റ് ആണെങ്കിൽ
എ യൂണിയൻ ബി എന്നത് എപ്പോഴും അതിന്റെ മെയിൻ സെറ്റ്, അതായത് ബി എന്ന സെറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, സെറ്റ് ബി. രണ്ടാമത്തെ ചോദ്യം, ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ 150 students were found to be taking tea and 225 students were taking coffee. 100 were taking both tea and coffee. Find how many students were taking neither tea nor coffee. അപ്പോൾ നമുക്ക് ഇവിടെ ടീനെ ടി കൊണ്ടും അതുപോലെ കോഫീനെ സി കൊണ്ടും സൂചിപ്പിക്കാം. ഇനി ആദ്യം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, അതായത് സ്കൂളിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? എൻ ഓഫ് ടോട്ടൽ ഈക്വൽ ടു 600. അതിൽ 150 സ്റ്റുഡൻസ് വർ ഫൗണ്ട് ടു ബി ടേക്കിംഗ് ടീ. ഇനി ചായ കുടിക്കുന്ന കുട്ടികൾ എത്രയാണ്? 150. എൻ ഓഫ് ടി ഈക്വൽ ടു 150. ഇനി 225 സ്റ്റുഡൻസ് വർ ടേക്കിംഗ് കോഫി. കോഫി കുടിക്കുന്ന കുട്ടികൾ എത്രയുണ്ട്? 225. 225. 100 were taking both tea and coffee. ഇനി both tea and coffee, ആൻഡിന് പകരം നമ്മൾ ഏത് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുക? ഇന്റർസെക്ഷൻ. കോഫി ഈക്വൽ ടു എത്രയാണ്? 100. ഇനി കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് were taking neither tea nor coffee. അതായത് എൻ ഓഫ് neither tea, not tea, ടീ കുടിക്കാത്ത, ആൻഡ് നോട്ട് കോഫി. ഇതാണ് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ നമ്മൾ സിമ്പിൾ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ നോട്ട് ടി എങ്ങനെയാണോ എഴുതുക? കോംപ്ലിമെന്റ് ലോ പ്രകാരം ടി ഡാഷ്, ആൻഡിന് പകരം ഇന്റർസെക്ഷൻ. നോട്ട് കോഫി എങ്ങനെ എഴുതും? സി ഡാഷ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ലോ ആണ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോയിൽ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതുപോലെ രണ്ടാമത് പഠിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതാണ് ഡി മോർഗൻസ് ലോ. ഇവിടെ എയുടെയും ബിന്റെയും സ്ഥാനത്ത് ടിയും സിയും ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഏത് ഇക്വേഷൻ ആണ് ഇതിന് സ്യൂട്ട് ആവുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ ആണ്. ഇവിടെ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ്, അവിടെ ടി ഡാഷ് ഇന്റർസെക്ഷൻ സി ഡാഷ് ആണ്. ഓക്കെ, ഇതിന്റെ ഈ സൈഡിലായിട്ട് എൻ ഓഫ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇതിനുള്ള ഇക്വേഷൻ കിട്ടി. ഇവിടെ എൻ ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്താണ് വന്നത്? എൻ ഓഫ് എ യൂണിയൻ ബി ഹോൾ ഡാഷ് ആണ്. അപ്പോൾ എൻ ഓഫ് ടി ഡാഷ് ഇന്റർസെക്ഷൻ ടി ഡാഷ് എന്ത് വരും? എൻ ഓഫ് ടി യൂണിയൻ സി ഹോൾ ഡാഷ് എന്ന് വരും. അടുത്തത് നമുക്ക് അറിയേണ്ടത് കോംപ്ലിമെന്റ് ലോ. കോംപ്ലിമെന്റ് ലോ എന്നത് എന്താണ്? നോട്ട് എ, അതായത് എ ഡാഷ്. എ ഡാഷ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ, അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എ എന്ന സെറ്റിൽ ഇല്ലാത്തതുമായ എലമെന്റ്സുകളാണ് നമ്മൾ എ ഡാഷിൽ എഴുതുക. ഇവിടെ നമ്മൾ എൻ ഓഫ് ചേർത്ത് എഴുതുകയാണെങ്കിൽ എൻ ഓഫ് എ ഡാഷ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. അതായത് എ ഡാഷ് എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്നും ആ സെറ്റിലെ എലമെന്റ്സുകൾ കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാ വരിക? എൻ ഓഫ് ടി യൂണിയൻ സി ഹോൾ ഡാഷ് എന്ന് പറയുമ്പോൾ എൻ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പോൾ എൻ ഓഫ് ടോട്ടൽ മൈനസ് എൻ ഓഫ് ടി യൂണിയൻ സി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് ടി യൂണിയൻ സി. എൻ ഓഫ് ടോട്ടൽ നമുക്ക് 600 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എൻ ഓഫ് ടി യൂണിയൻ സി കാണണം. അതിന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈക്വൽ ടു എൻ ഓഫ് ടോട്ടൽ മൈനസ്, അപ്പോൾ എന്ത് വരും? എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. ഇനി എൻ ഓഫ് ടോട്ടൽ എത്രയാണ്? 600 മൈനസ് എൻ ഓഫ് ടി
നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് എൻ ഓഫ് ടി 150. എൻ ഓഫ് സി അതായത് കോഫി മാത്രം കുടിക്കുന്ന കുട്ടികൾ 225. എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ടീയും കോഫിയും കുടിക്കുന്ന കുട്ടികൾ 100 ഈക്വൽ ടു 600 മൈനസ് 150 പ്ലസ് 225 മൈനസ് 100 എത്രയാണ് 275. 600-ൽ നിന്നും 275 പോയാൽ എത്ര വരും 325. അപ്പോൾ number of students were taking neither tea nor coffee is 325. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2021 +1 ഫൈനൽ എക്സാമിന്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക് യു.